മലപ്പുറം ജില്ലയിലെ ആശങ്ക ഇന്നലെ തൊട്ടുണ്ടായിരുന്ന ഒരു ആശങ്ക അത് നിപ ബാധ സ്ഥിരീകരിച്ചു എന്നുള്ളതിലേക്കായിരുന്നു. ഇപ്പോൾ നിപ ബാധ സ്ഥിരീകരിച്ച മലപ്പുറത്ത് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. തിരുവാലി, മമ്പാട് പഞ്ചായത്തുകളിലെ 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി. പനിയുള്ളവരെ കണ്ടെത്താൻ പ്രത്യേക പരിശോധന നടത്തും. മാസ്ക് ധരിക്കണമെന്നും ജാഗ്രത കൈവിടരുതെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. അരുൺ സോളമനുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, എന്തായാലും ഈ നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോണായി ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തൊക്കെ രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ആര്യ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇക്കാര്യത്തിൽ ഈ മലപ്പുറത്ത് നിപ്പ ബാധിച്ചത് സ്ഥിരീകരിച്ചത്. എന്തായാലും വൈകുന്നേരത്തോടുകൂടിയാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത്. ഇപ്പോൾ നമുക്കിന്ന് എന്തായാലും ആരോഗ്യ വകുപ്പ് ഡയറക്ടർ അടക്കമുള്ളവർ എന്തായാലും മലപ്പുറത്ത് എത്തി ഇത്തരത്തിൽ ഈ നിപ്പയുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് യുവാവ് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എന്തായാലും യോഗം കൂടി തീരുമാനിക്കും. അതിന് പ്രധാനപ്പെട്ട പ്രാഥമിക കോൺടാക്റ്റുകൾ എന്തായാലും നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. 151 പേര് പ്രാഥമികമായി ഈ കോൺടാക്റ്റിലുണ്ട്. അവരൊക്കെയും നിരീക്ഷണത്തിലാണ്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ഈ യുവാവിൻ്റെ നടുവത്തുള്ള, അതായത് തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളും അതുപോലെ തന്നെ മമ്പാടിലെ 7ാമത്തെ വാർഡ് ഉൾപ്പെടെ 5 വാർഡുകളാണ് ശരിക്കും പ്രധാനമായും കണ്ടെയ്ൻമെൻറ്റ് സോണുകളായിട്ട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് അറിയാം, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് യുവാവ് മലപ്പുറത്തെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ പനി ബാധിച്ച് മരണപ്പെടുന്നത്. തുടർന്ന് ഈ മസ്തിഷ്ക ജ്വരമാണെന്നുള്ള ഒരു നിരീക്ഷണത്തിലെത്തുകയും ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് ഇത്തരത്തിലൊരു സംശയമുണ്ടായി ഇത്തരത്തിൽ നിപ്പയാണെന്നുള്ളൊരു സ്ഥിരീകരണത്തിലെത്തുന്നത്. കോഴിക്കോട് ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ നിപ്പയാണെന്ന് സ്ഥിരീകരണം ഉണ്ടായിരുന്നു. തുടർന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ച നിരീക്ഷണത്തിലാണ് എന്തായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ നിപ്പയാണെന്നുള്ളൊരു പൂർണ്ണമായ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. നമുക്കറിയാം, 40ാമത്തെ ദിവസമാണ്. നേരത്തെ തന്നെ മലപ്പുറത്ത് ഒരു നിപ്പ ബാധിച്ചൊരു 14 വയസ്സുകാരൻ മരിച്ചിരുന്നു. എന്തായാലും അദ്ദേഹം ചെമ്പ്രശ്ശേരി സ്വദേശിയായിരുന്നു. ഇപ്പോൾ ചെമ്പ്രശ്ശേരിയും അതുപോലെ തന്നെ ഈ നടുവത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സ്ഥിരീകരണം വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മരിച്ച 24-കാരൻ നടുവത്ത് സ്വദേശിയാണ്. എന്തായാലും ഈ 2 സ്ഥലങ്ങൾ തമ്മിൽ ഏകദേശം 10 കിലോമീറ്റർ മാത്രമാണ് വ്യത്യാസമുള്ളത്. എന്തായാലും ഈ ഒരു 40 ദിവസത്തിലുള്ള ഈ ഒരു 2 മരണങ്ങൾ എന്തായാലും കൂടുതൽ ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിധേയമാക്കും. കാരണം 30 ദിവസത്തോളം എന്തായാലും ഈ ഇമ്മ്യൂണിറ്റേഷൻ എന്തായാലും നിലനിൽക്കുമെന്നുള്ള പഠനങ്ങൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. കൂടുതൽ വ്യാപന തോതിലേക്ക് കടന്നുപോയില്ല എങ്കിലും ഒരു ജില്ലയിൽ തന്നെ പലപ്പോഴും നിപ്പ കടന്നു വരുമ്പോൾ എന്തായാലും നമുക്ക് പിടിച്ചു നിർത്താൻ കേരളത്തിന് എന്തായാലും പറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ ദിവസം എന്തായാലും വളരെ നിർണായകമാണ്. കാരണം ഈ യുവാവ് വന്നതിന് ശേഷം ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിൽ ചികിത്സയ്ക്കായിട്ടാണ്, കാലിൽ പരിക്കേറ്റ് ചികിത്സയ്ക്കായിട്ടാണ് കേരളത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ആദ്യം ആയുർവേദ വൈദ്യശാലകളിലൊക്കെ പ്രത്യേകം ചെന്നിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. അത് മാത്രമല്ല, പനി ബാധിച്ച 4 രാകേഷ്, ഇപ്പോൾ ഏതെല്ലാം ഭാഗങ്ങളിലാണ് കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഒപ്പം തന്നെ ഈ നിപ സ്ഥിരീകരിച്ച യുവാവിനോട് കോണ്ടാക്ട് ഉള്ള ആളുകളുടെ പട്ടിക ഉൾപ്പെടെ തയ്യാറാക്കിയിരുന്നു. എന്തെല്ലാം നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളുമാണ് നൽകിയിരിക്കുന്നത്? കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രത്യേകിച്ചും ഏതെല്ലാമാണ് രാകേഷ്? ആര്യ, തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളാണ് നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടാതെ മമ്പാട് പഞ്ചായത്തിലെ 7ാം വാർഡും കണ്ടെയ്ൻമെന്റ് സോണായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആകെ 5 വാർഡുകളിലാണ് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് നടത്താനിരുന്ന നബിദിന റാലി ഉൾപ്പെടെയുള്ള മുഴുവൻ പരിപാടികളും മാറ്റിവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും പ്രാദേശിക ഭരണകൂടവും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടവും മുൻകൈയെടുത്തുകൊണ്ട് നടപ്പിൽ വരുത്തുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്ന പരിശോധനയിൽ നിപ്പയാണെന്ന് സ്ഥിരീകരിക്കുന്ന ഘട്ടം വന്ന സാഹചര്യത്തിൽ തന്നെ 16ഓളം പ്രാദേശികമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രോട്ടോകോൾ പാലിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. നിലവിൽ 151 പേരുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതുകൂടാതെ സെക്കൻഡറി കോൺടാക്റ്റിലേക്ക് പോകുമ്പോഴാണ് എത്രമാത്രം വ്യാപ്തിയുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വരിക. ഏതായാലും ആരോഗ്യമന്ത്രി ഇന്നലെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കൃത്യമായി തന്നെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള എല്ലാ നടപടികളും പുരോഗമിക്കുന്നു. ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ മാസ്ക് ധരിക്കുക ഉൾപ്പെടെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണുകളിലൊക്കെ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.